മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം ആണ് പുറത്തുവിടുന്നതാണ് അവർ പറയുന്നത്. ഈ എന്താണെന്നറിയാൻ വയ്യാത്ത ഒരു പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണിത്. ചിത്രം എന്താണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും എവിടെയോ കേട്ടിട്ടുണ്ട്. അത് വെച്ച് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞ ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ചിത്രമാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയുമായി അതിന്റെ ഇപ്പോൾ ആ ചിത്രം എന്തോ ആയിക്കോട്ടെ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിച്ച വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നെന്നും അവിടെ ഇവര് തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നെന്നും ഒക്കെ യാഥാർത്ഥ്യമായല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആ ചടങ്ങിന് ആര് ക്ഷണിച്ചു മുഖ്യമന്ത്രിയെ? ഒരു ആംബുലൻസ് കൊടുക്കുന്ന കേരള പോലീസിന് ഒരു ആംബുലൻസ് കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് സ്വീകരിക്കാനുള്ള ഗൗരവം ആ ചടങ്ങിന് എങ്ങനെ വന്നു? ആ ചടങ്ങില് ഭീമ ജുവലറിയുടെ ഉടമയുടെ മകളിനോടൊപ്പം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും താക്കോൽ നൽകിയത്? അതിനല്ലേ മറുപടി പറയേണ്ടത്. അല്ലാതെ അത് ക്രിയേഷനാണോ? മുഖ്യമന്ത്രി പുറത്തുവിട്ട വീഡിയോയും ക്രിയേഷനാണോ? അന്നേരം അതാണ് ഇതിന്റെ ദുരൂഹത. അതാണ് ദുരൂഹതയായിട്ട് നിലനിൽക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. അല്ല ചോദ്യം ഉന്നയിക്കുന്നവരെ കലാപാഹനത്തിന് കേസെടുക്കുന്നതല്ല. കോടതിയുടെ വളപ്പിൽ പോലും കോമ്പൗണ്ടിനകത്ത് ചെന്നു കഴിഞ്ഞാൽ എടുത്തു കളയുന്ന കേസാണ് കലാപാഹനത്തിന്റെ കേസ്. ഇതെല്ലാ ഏകാധിപതികളും നടപ്പിലാക്കിയ അതേ കാര്യങ്ങൾ അങ്ങനെ അടിച്ചമർത്താം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. ഈ കേസ് ഒരു ഉദ്യോഗസ്ഥയിലാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം KP ശങ്കർദാസിലേക്ക് അടക്കം അന്വേഷണം പോകുമ്പോൾ ഈ കേസിൽ തുറന്നോടുകൂടി ഉണ്ടാകുന്ന ആശങ്ക കോടതി പോലും മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവർക്ക് നോട്ടീസ് നൽകിയത് ഹാജരാവാൻ, പക്ഷേ അന്ന് അവർ ഹാജരായിട്ടില്ല. അല്ല, കേസ് ചവിട്ടിപ്പിടുത്തം ഉണ്ടെന്ന് വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ? കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇത് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് കേവലം ഒരു പത്മകുമാറോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രം വിചാരിച്ചാൽ ഇങ്ങനൊരു കൊള്ള നടക്കില്ല. വാസു അടക്കമുള്ളവർ അവരുടെ തരത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇങ്ങനൊരു കൊള്ള നടത്താൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഒരു CPM-കാരൻ അതിന് ധൈര്യപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനൊരു കൊള്ളയ്ക്ക് നടത്താൻ? മേളിൽ നിന്ന് നിർദ്ദേശമില്ലാതെ, മേളിൽ നിന്നുള്ള അറിവില്ലാതെ. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടായിട്ട് പൂർണ്ണ രൂപത്തിൽ വിട്ടായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന നൽകിയിട്ടുണ്ടോ ഇല്ലയോ, സ്പോൺസേഴ്സ് എന്നുള്ള നിലയിൽ സംഭാവന നൽകിയിട്ടുണ്ടോ ഇല്ലയോ, അന്നേരം ഇതെല്ലാം ഇവരുടെ ബന്ധം തെളിയിക്കുന്നതാണ്. അതിനാണ് മറുപടി പറയേണ്ടത്.